അപ്പൊ എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് നമസ്കാരം. അപ്പോ ഇന്നെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ അംഗനവാടി ടീച്ചർ നമ്മളോട് ഇന്ന് ഒരു അമൃതം പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ നാദൂന് ഇന്ന് അമൃതം പൊടിയാണ് സെറ്റ് ആക്കാൻ പോണത്. അപ്പൊ ഇത് എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല ഒരച്ഛനും ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കുകയാണ് ഞാൻ ഇന്ന്. അപ്പൊ ആദ്യം അമൃതം പൊടി ഇതിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഗ്യാസ് എത്തിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പൊ നമ്മൾ കുറുക്കാണ് ഉണ്ടാക്കുന്നത്. അമൃതം പൊടി ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, അതായത് നമുക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ലഡ്ഡു ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് അട ഉണ്ടാക്കാം. അങ്ങനെ അമൃതം പൊടിയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ നമ്മളൊരു ഗവൺമെന്റ് അംഗീകൃതമുള്ള സ്ഥലത്ത് കൂടെ കിട്ടുന്ന സാധനമാണ് അമൃതം പൊടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോ അതിന് ഭയങ്കര ഇഷ്ടമാണിത്, കാരണം ഇതിനകത്തൊരു കുറച്ച് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊരു കാര്യമുണ്ട്. പക്ഷെ കുറെ ആൾക്കാർക്ക് എന്താ സംശയം എന്ന് പറഞ്ഞാല് ഈ ഷുഗർ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുമോ എന്നൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ സംശയം യൂട്യൂബിലൊക്കെ കാണാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് ഷുഗർ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് എന്തുകൊണ്ട് നല്ലതാണ്, കുട്ടികളുടെ വെയിറ്റ് കൂടാൻ. അപ്പൊ നല്ലൊരു സംഭവമാണ് അമൃതം പൊടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഗവൺമെന്റിനൊക്കെ ഏറ്റവും ഇത്രയും നല്ലൊരു സർവീസാണ് നമ്മൾ ഗവൺമെന്റ് തരുന്നത്. കാരണം നമുക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടും ഇത്രയും നല്ല കണ്ടന്റ് ഉള്ള ഒരു ഭക്ഷണം തരിക എന്ന് പറയുന്നത് നല്ല ഒരു സപ്പോർട്ടാണ്. അപ്പൊ നമ്മള് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇതിങ്ങനെ കുറുകി വരുമ്പോ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇതാവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ കുറച്ച് അമൃതം പൊടി ഇതാക്കിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാനത് ചെയ്തു കൊടുക്കാന്നുള്ളൂ. അപ്പോ എല്ലാവർക്കും വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഷുഗറിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ്. പിന്നെ ഷുഗർ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെയൊന്നും പേടിക്കണ്ട. കാരണം ഇതിലെല്ലാത്തിലും കറക്റ്റ് കണ്ടന്റ് അളവാണ് ഈ അമൃതം പൊടിയിൽ ചേർത്തിട്ടുള്ളത്. കാരണം ഫാറ്റ് ആണെങ്കിലും അതുപോലെ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഒക്കെ കറക്റ്റ് കണ്ടന്റ് അളവാണ്, കറക്റ്റ് കണ്ടന്റാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എപ്പോഴും നല്ലതാണ്. വെയിറ്റ് കൂടാനൊക്കെ ശരിക്കും 6 മാസമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണ്. പിന്നെ 1 വയസ്സുള്ള കുട്ടികൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടി കൊടുക്കാവുന്നതാണ്. അപ്പൊ എന്റെ ആദൂന് 1 വയസ്സും 2 മാസത്തോളമായി. അപ്പൊ ഇപ്പോൾ ഞാൻ അമൃതം പൊടി കൊടുക്കുന്നുണ്ട്, അവനാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റോളം ഇളക്കിണ്ട്. അപ്പൊ ഏകദേശം ഒരു കുറുക്കുനായി വരുന്നുണ്ട്. അപ്പൊ ഒരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അത് അമൃതം പൊടി സെറ്റ് ആവും. അത് വിശന്ന് അവിടെ സെറ്റായി നിൽക്കുകയാണ്. ഇപ്പൊ കൊണ്ടുവരും അമ്മ എന്നൊക്കെ പറഞ്ഞ് വെച്ചുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു അഡ്വൈസ് തരാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് ഒരിക്കലും 2 വയസ്സ് വരെ ഷുഗർ കൊടുക്കരുത്. കാരണം ഇപ്പൊ നമ്മള് ഷുഗറിന്റെ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. കാരണം അത് അത്രയും കേടുള്ള സംഭവമാണ് പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പൊ ഇതില് പിന്നെ പറഞ്ഞല്ലോ കറക്റ്റ് കണ്ടന്റ് ആണ് അവന് ചേർത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ വേറൊരു ഷുഗർ സംഭവങ്ങളും അവന് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ കുട്ടികൾ വൺസ് മുട്ടായോ അല്ലെങ്കിൽ നമ്മളെ ഷുഗർ കണ്ടന്റ് ഒക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ശീലാവും. പിന്നെ അതിനവര് അഡിക്റ്റ് ആവും. അപ്പൊ അതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കുക എല്ലാവരും. അപ്പൊ ഏകദേശം നമ്മളിത് സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളെ അമൃതം പൊടിന്റെ കുറുക്ക് റെഡി ആയിട്ടുണ്ടാവും. സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് അത് എന്താ പറയാന്നറിയില്ല. അതിനൊരു പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇതൊക്കെ കണ്ടാലും കഴിക്കുള്ളൂ.